ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡേറ്റ്സ് ഹൽവയാണ് കേട്ടോ. ഈത്തപ്പഴം കൊണ്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 1 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകിയിട്ട് കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് 1 കപ്പ് പാല്, 1/2 കിലോ പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്ക പൗഡർ, 4 ടേബിൾ സ്പൂൺ ഗീ. ഞാൻ RKGയുടെ ഗീയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഈത്തപ്പഴം, പഞ്ചസാര 1/2 കിലോന്ന് ഞാനൊരു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഈത്തപ്പഴം. അപ്പോൾ വെന്ത് വരുമ്പോൾ ഈത്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഈ സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉടച്ചു കൊടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉടഞ്ഞ് പൊയ്ക്കോളും, നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊയ്ക്കോളും. അപ്പം നമ്മുടെ ഈത്തപ്പഴം ഒന്ന് വെന്ത് ഞാനൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ. അപ്പോൾ മൊത്തം ഒരു 4 ടേബിൾ സ്പൂണോളം ഗീ ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഈ പാത്രത്തിൻ്റെ അരികുന്നൊന്ന് വിട്ട് കിട്ടുന്ന പരുവാണ് കേട്ടോ നമ്മുടെ ഈ ഹൽവയുടെ പാകം എന്ന് പറയുന്നത്. ഈ ഇളക്കുമ്പോൾ നമ്മളെ പാത്രത്തിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വിട്ട് വിട്ട് വരും. പക്ഷേ മൂപ്പ് കൂടി പോവരുത്. മൂപ്പ് കൂടിപ്പോയാൽ ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഗീയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറേശ്ശെ ഗീ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിലേക്ക് ഏലക്ക പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി അപ്പോൾ ആ നെയ്യൊക്കെ ഒന്ന് സൈഡിലിങ്ങനെ തെളിഞ്ഞു വരും. പാത്രത്തിലൊന്നും ഒട്ടാത്ത രീതിയിൽ നമുക്ക് ഇത് വിട്ട് കിട്ടും. ഇതാണിപ്പോൾ കണ്ടപ്പോൾ പാത്രത്തിലൊന്നും ഒട്ടാണ്ട് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് വിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു പരുവത്തിലെടുക്കുക. അത് വല്ലാണ്ട് മൂത്ത് നമ്മൾ കുറേ നേരം പിന്നെയും ഇട്ട് ഇളക്കി ഹാർഡാക്കി എടുക്കരുത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റായിട്ട് തന്നെയാണ് ഈ ഹൽവ ഉണ്ടാവുക, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ അത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത്തിരി ഗീ വരട്ടിയതിന് ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ചൊന്ന് നെയ്യ് തടവുക കേട്ടോ. എന്നിട്ട് ഈ സ്പൂണിലും കുറച്ച് നെയ്യിലൊന്ന് പതുക്കെ മുക്കി സ്പൂണിൽ മുക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോഴല്ലെങ്കിൽ ആ സ്പൂണിൽ ഒട്ടിപ്പിടിക്കും. ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണിൽ നെയ്യൊക്കെ തേച്ചിട്ട് നന്നായി ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.